അപ്പോൾ മാർക്ക് OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിമാണ് മാർക്കോ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു മുതൽ വരുന്നവരെ സ്റ്റാർ മാർക്കോ തന്നെ ആയിരുന്നു. പുള്ളി വന്നു കഴിഞ്ഞ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ പുള്ളി അങ്ങ് കയറി സ്റ്റാറായി. എന്തോന്നൊക്കെയാണ് ആ ഒരു വീട്ടിൽ ചെയ്യുന്നത്. ലാസ്റ്റ് മാർക്കോ ചെയ്ത് കുറഞ്ഞു പോയി എന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ. നമുക്ക് എന്തായാലും എക്സ്പ്ലനേഷൻ നോക്കാം. പിന്നെ എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകും. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. അപ്പോൾ അൺകട്ട് വർഷം നോക്കിയിരുന്നവരെല്ലാം മൂഞ്ചിട്ടുണ്ട്. ഞാനും അത് നോക്കിയിരിക്കുമായിരുന്നു. അതെന്തേലും ആട്ടെ. കുറേ പേർക്കും വന്നൊരു ഡൗട്ടാണ് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ വില്ലൻ റിയാസ് ഖാൻ ആണോ എന്ന്. പക്ഷേ നമ്മുടെ മാർക്കോയുടെ പ്രൊഡ്യൂസർ തന്നെ കൺഫേം ആക്കിയതാണ് റിയാസ് ഖാൻ്റെ സീൻസ് ഉണ്ട്, പക്ഷേ അത് ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ് എന്ന കാര്യം. അതുകൊണ്ട് അവസാനം വന്നത് റിയാസ് ഖാൻ അല്ല എന്ന ഉറപ്പാണ്. പിന്നെ ആരായിരിക്കും ആ വില്ലൻ? 2-3 പോസിബിലിറ്റീസ് ആണുള്ളത്. സൈറസിനെ പോലെ തന്നെ ജഗദീഷിന്റെ വേറെ ഏതെങ്കിലും വിത്തായിരിക്കുമോ ഈ വന്നത്? സാധ്യതയുണ്ട്. ജഗദീഷിന്റെ ഒരു ഫാമിലിയിൽ നിന്നുള്ള റിവെഞ്ച് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ മാർക്കോയുടെ വേറെ ഏതെങ്കിലും ശത്രുക്കളായിക്കൂടെ ഇത്? കാരണം മാർക്കോയും അത്ര പുണ്യമുള്ളൊന്നും അല്ലല്ലോ. ഇവിടെ നിന്നിട്ട് പൊറുതിമുട്ടിയിട്ടല്ലേ ഇറ്റലി വിട്ട് പറഞ്ഞു വിട്ടത്. മാർക്കോയ്ക്ക് കിട്ടിയ തിരിച്ചടി അറിഞ്ഞ് വന്നവരും ആകാം അത്. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ അവസാനം വില്ലൻ വന്നപ്പോൾ ആ ഒരു കാറിലുള്ള എംബ്ലം ശ്രദ്ധിച്ചായിരുന്നു? ഇത് കുറച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് പറയേണ്ട കാര്യമാണ്. ഇതിനു മുമ്പ് ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു സീനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കബ്രാൾ ഗോൾഡ് എന്നാണ് ഇത്. സിനിമയിൽ ഒരു സീനിലായിട്ട് പറയുന്നുണ്ട് ടോണിക്ക് പാരമ്പര്യമായി കിട്ടിയ കബ്രാൾ ഗോൾഡും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അഡാറ്റ ഫാമിലിയുടെ പാരമ്പര്യ സ്വത്താണ് കബ്രാൾ ഗോൾഡ് എന്ന് പറയുന്നത്. ആ ഒരു കബ്രാൾ ഗോൾഡിന്റെ എംബ്ലം ആണ് ഈ ഒരു കാറിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നെങ്കിൽ ആ ഒരു ഫാമിലിയിൽ നിന്ന് ഉള്ള ആള് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് നന്നായിട്ട് പരിചയമുള്ള അഡാട്ട് ഫാമിലിയിൽ പോലെ തന്നെ അവകാശമുള്ള ആളാണ്. ഈ ഒരു ഗോൾഡിന് അവകാശമുള്ള ആളാണ്. അതാണ് ആ ഒരു എംബ്ലം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് അഡാട്ടെന്ന് എഴുതിയിട്ടുമുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. മേ ബി അതുകൊണ്ട് തന്നെയാണ് കാറിൽ ആ ഒരു എംബ്ലം കാണിച്ചത്. പിന്നെ എന്തായാലും ആ ഒരു വില്ലൻ പുറത്തുനിന്ന് വന്ന ഒരാൾ തന്നെയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്നതിൽ നേരത്തെ തന്നെ കാണിച്ചേനല്ലോ, വന്നേനല്ലോ. അതൊന്നുമല്ല, ആ ഒരു ലാസ്റ്റ് വരുന്ന കാറൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുറത്തുനിന്ന് വന്ന ഒരു നമ്പറാണത്. അപ്പൊ തുടക്കത്തിലൊരു ഫാമിലി ട്രീ കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഗോൾഡാണ്. അതിനെ ചുറ്റിപ്പറ്റി തന്നെ ആകും സിനിമ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കബ്ര ഗോൾഡിന്റെ കാര്യം ക്ലൈമാക്സിൽ എടുത്ത് കാണിച്ചത്. മാർക്കോ 2 എന്തായാലും കൺഫേം ആണ്. നല്ല രീതിയിൽ തന്നെ വന്നാൽ മതിയായിരുന്നു, ഇതേപോലെ ഇതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഒരു സിനിമ കണ്ടിട്ട്? കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.